രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം UDF BJP വോട്ട് കച്ചവടം പ്രയാസകരമാകുമെന്ന് മന്ത്രി ഡോക്ടർ തോമസ് ഐസക്. കോലീബി സഖ്യമുണ്ടെങ്കിലും വോട്ട് കച്ചവടം എളുപ്പമാകില്ല. BJPയുടെ കൊല്ലത്തെ ദുർബലമായ സ്ഥാനാർത്ഥി BJP UDF ബന്ധത്തിന്റെ തെളിവാണെന്നും തോമസ് ഐസക് പറഞ്ഞു. കൊല്ലത്ത് തിരഞ്ഞെടുപ്പ് ചൂട് വർദ്ധിക്കുകയാണ്. പ്രചാരണ രംഗത്ത് മുൻനിര നേതാക്കളെല്ലാം തന്നെ സജീവം. കൊല്ലത്ത് ഇടതുമുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഡോക്ടർ തോമസ് ഐസക്കാണ്. അദ്ദേഹം തന്നെ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. മിസ്റ്റർ നമസ്കാരം. എങ്ങനെയുണ്ട്? കുറച്ച് ദിവസങ്ങളായി പ്രചരണം തുടങ്ങിയിട്ട് എങ്ങനെ കാണുന്നു? കൊല്ലത്തൊരു ചിത്രം എന്താണ്? ഒരു സംശയം വേണ്ട, കൊല്ലം ഇത്തവണ LDF ജയിക്കും. നിയമസഭയിൽ മുഴുവൻ സീറ്റും LDFൻ്റെതാണ്. 1,70,000 ഭൂരിപക്ഷവും ഉണ്ട്. എത്ര കുറഞ്ഞാലും ഇത്രയല്ലേ കുറയ്ക്കാൻ പറ്റും. LDFൻ്റെ ജെയിംസ് നിശ്ചിതമാണ്. ഇപ്പോൾ പറയുന്നത് ഈ BJPയുടെ ഒരു സ്ഥാനാർത്ഥി വന്നപ്പോൾ ഇടതുപക്ഷം ആരോപിച്ചത് ഒരു ദുർബല സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് UDFനെ സഹായിക്കാനാണെന്നാണ്. ആ ആരോപണം ഇപ്പോഴും ഉണ്ടോ? പൂർണ്ണമായിട്ടും കൂടുതൽ അത് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഒന്ന്, BJPയുടെ പ്രവർത്തകർ സജീവമായിട്ട് രംഗത്തില്ല. വോട്ട് പിടിക്കാനല്ല, വോട്ട് മറിക്കാനാണ് ആ സ്ഥാനാർത്ഥി നിൽക്കുന്നത്. എന്നെ അത്ഭുതപ്പെടുത്തിയത് UDF സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയാണ്. അതിൽ മോഡിയെക്കുറിച്ച് ഒരു വിശദമായ വിമർശനമില്ല. RSSനെ കുറിച്ചുള്ള വിമർശനമില്ല. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നിർണയങ്ങളെക്കുറിച്ചുണ്ട്. ഇങ്ങനെയാണോ UDFൻ്റെ ഒരു സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന വേണ്ടത്? അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിലെ LDF ഇവിടെ കൊല്ലത്തുയർത്തുന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം മോഡിക്കെതിരായ വിമർശനം മാത്രമല്ല, മോഡിയായിട്ട് സന്ധി ചെയ്യുന്ന ഇവിടെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടിയാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വയനാട്ടിലെ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. അത് ഏതെങ്കിലും രീതിയിൽ മറ്റു മണ്ഡലങ്ങളിലേക്ക് എഫക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ? അതെ, മറ്റു മണ്ഡലങ്ങളിലേക്ക് അദ്ദേഹം ഒരു ദേശീയ നേതാവല്ലേ. അദ്ദേഹം വരുമ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങളുണ്ടാവും. പക്ഷേ കൊല്ലം മണ്ഡലത്തെ അത് ബാധിക്കാൻ പോണത് ഈ വോട്ട് കച്ചവടം സ്വപ്പം പ്രയാസമായി തീരും. കാരണം ഞങ്ങൾ നിശ്ചിതമായ വിമർശനം നടത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയതയും മത്സരിക്കുന്ന സംസ്ഥാനത്ത് ഇങ്ങനെ പരസ്യമായിട്ട് ഉള്ള വോട്ട് കച്ചവടം പ്രയാസമായി തീരണം. അതുതന്നെയാണ് കൊല്ലത്ത് എന്തായാലും വിജയം സുനിശ്ചിതമാണ് എന്നാണ് മന്ത്രി പറയുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ വിഷയങ്ങളോടൊപ്പം തന്നെ ചർച്ചയാകുന്ന മറ്റൊരു വിഷയമാണ് NK പ്രേമചന്ദ്രൻ്റെ BJP ബന്ധം. അതും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്നും അദ്ദേഹം പറയുന്നു.